ദില്ലിയിലെ വോട്ടെണ്ണൽ ആരംഭിക്കുകയാണ്. ചർച്ചയിൽ ഇനി ജനപ്രതിനിധികളും മാധ്യമപ്രവർത്തകരും എല്ലാം മാറുകയാണ്. ജനങ്ങൾ സംസാരിക്കുന്നു. ഏക് ദിൻ കാ സുൽത്താൻ എന്നാണ് സമ്മതിദായകനെ പറയുക. പുതിയ ഭാഷയിൽ പറയുമ്പോൾ ഒരു ദിവസത്തെ സുൽത്താൻമാരും സുൽത്താനമാരുമാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്. അവരെന്താണ് പറഞ്ഞു വെക്കുന്നത്? സിബി, വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുന്നു. റിപ്പോർട്ട് ചെയ്യാനുള്ളത് എന്താണ് ഈ ഘട്ടത്തിൽ അവിടെ നിന്ന്? NBC എന്തായാലും ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുകയാണ്. എന്തായാലും ആദ്യം പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണുക. ആ പോസ്റ്റൽ വോട്ടുകളുടെ വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുകയാണ്. ഏകദേശം 8:30 ഒരു ആദ്യ ഒരു ഫലസൂചന നമുക്ക് ലഭ്യമാകും. ഏകദേശം 1 ലക്ഷത്തോളം പോസ്റ്റൽ വോട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 17,000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരടക്കം ദില്ലിയിലെ പോലീസ് സേനയിൽ നിന്ന് തന്നെ 17,000-ലധികം പോസ്റ്റൽ വോട്ടുകൾ ചെയ്തിരുന്നു. എന്തായാലും 1 ലക്ഷത്തിലധികം പോസ്റ്റൽ വോട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. ഈ പോസ്റ്റൽ വോട്ടുകൾക്ക് ശേഷം 8:30 കൂടി തന്നെ EVM എണ്ണി തുടങ്ങും. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ഒരു വിവരമനുസരിച്ച് പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തീരുന്നു നോക്കാതെ തന്നെ 8:15 കൂടി തന്നെ EVM എണ്ണി തുടങ്ങുവാനുള്ള നിർദ്ദേശം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട്. എന്തായാലും അതീവ സുരക്ഷാ വലയത്തിലാണ് ദില്ലി നഗരമുള്ളത്. 19 കേന്ദ്രങ്ങളാണ് വോട്ടെണ്ണൽ നടക്കുക. 19 കേന്ദ്രങ്ങളിലായി 13,766 പോളിംഗ് സ്റ്റേഷനിലെ എല്ലാ വോട്ടെണ്ണൽ മെഷീനെല്ലാം തന്നെ എത്തിക്കുകയും പിന്നീട് അതീവ സുരക്ഷാ വലയത്തിൽ തന്നെ ഇപ്പോൾ വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ പോസ്റ്റൽ വോട്ടുകളാണ് ഇടുന്നത്. എന്തായാലും ഒരു 8:30 തന്നെ ആദ്യ ഫലസൂചന ലഭിക്കും. 10 മണിയോടെ നമുക്ക് ട്രെൻഡ് കൃത്യമായി ദില്ലി ആര് ഭരിക്കുമെന്ന കാര്യത്തിൽ ഒരു ട്രെൻഡ് ലഭ്യമാകുകയും ചെയ്യും. എന്തായാലും വളരെ വലിയ ആത്മവിശ്വാസത്തിലാണ് BJPയും ആം ആദ്മിയും. നമുക്കറിയാം എക്സിറ്റ് പോൾ അടക്കം BJPയും ആം ആദ്മിയും നേർക്കുനേരുള്ള പോരാട്ടം എന്ന് തന്നെയായിരുന്നു വിശേഷിപ്പിച്ചത്. ഈ തവണ 60.54% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. 1.56 കോടി വോട്ടർമാരിൽ 94 ലക്ഷം വോട്ടർമാരും പോളിംഗ് രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ തന്നെ 94 ലക്ഷത്തിന് 50 ലക്ഷം മെയിൽ, 44 ലക്ഷം വനിതകൾ എന്നിങ്ങനെയാണ് ഈ ഒരു വോട്ടിങ്ങിൻ്റെ ഒരു ശതമാനം എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു കഴിഞ്ഞ 2020 62% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. ഒരു 2-3 വോട്ടിംഗ് ശതമാനം കുറവുണ്ടെങ്കിൽ പോലും ഇതെല്ലാം തന്നെയും തങ്ങൾക്ക് അനുകൂലമാകുമെന്നൊരു പ്രതീക്ഷയാണ് ആം ആദ്മി പാർട്ടി ഉള്ളത്. ദില്ലിയിൽ വീണ്ടും അധികാരം പിടിച്ചെടുക്കുമെന്ന് ഇപ്പോൾ ദില്ലിയിലെ മുഖ്യമന്ത്രി അദീഷി ഇപ്പോൾ അല്പസമയം മുമ്പ് പ്രതികരിച്ചു. 4ാം തവണയും അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി എത്തുമെന്നെല്ലാം തന്നെയും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. എക്സിറ്റ് പോളുകളെ പൂർണ്ണമായും തള്ളുകയാണ് ആം ആദ്മി പാർട്ടി. അതേസമയം തന്നെ BJP വലിയ ആത്മവിശ്വാസത്തിലാണ്. എന്തായാലും ഇപ്പോൾ ഈ പോളിംഗ് വോട്ടിംഗ് ഇപ്പോൾ ഇതിൻ്റെ വോട്ടെണ്ണൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ ആദ്യ ഫല സൂചന എല്ലാം തന്നെയും അല്പസമയത്തിനകം തന്നെ ലഭ്യമാകും. ഇപ്പോൾ പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണി തുടങ്ങുന്നത്. എന്തായാലും BJPയും ആം ആദ്മി പാർട്ടിയും ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെയാണ് കൂടുതലും എക്സിറ്റ് പോൾ നൽകുന്നത്. അത് തന്നെയാണോ ഇനി വരാൻ പോകുന്നതെല്ലാം തന്നെയും നമുക്ക് കൃത്യമായി അറിയാൻ കഴിയും. എന്തായാലും വോട്ടെണ്ണൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ അരമണിക്കൂർ പോസ്റ്റൽ വോട്ടുകളായിരിക്കും എണ്ണുക. 1 ലക്ഷത്തോളം പോസ്റ്റൽ വോട്ടുകളുണ്ട്. ആദ്യ ഫലസൂചന ഉടൻ തന്നെ ലഭ്യമാകും. 8:30 ആദ്യ ഫലസൂചന ലഭ്യമാകും. എന്തായാലും ഈ പോസ്റ്റൽ വോട്ടുകൾ എണ്ണുമ്പോൾ തന്നെ ആ പോസ്റ്റൽ വോട്ടിൻ്റെ ഒരു ഫലസൂചന നമുക്ക് ഉടൻ തന്നെ ലഭ്യമാകുകയും ചെയ്യും. അതോടൊപ്പം തന്നെ 8:30 തന്നെ EVM വോട്ടെണ്ണൽ ആരംഭിക്കുകയും ചെയ്യും. സിബി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ രാജ്യ തലസ്ഥാനം കേവലം 70 അംഗങ്ങൾ മാത്രമുള്ള ദില്ലി നിയമസഭ, ആ ദില്ലി നിയമസഭയിലെ അംഗങ്ങളുടെ എണ്ണമല്ല, മറിച്ച് ഒരു പൂർണ്ണ സംസ്ഥാനം എന്ന നിലയിലുള്ള അധികാര അവകാശങ്ങളും ആ സംസ്ഥാനത്തെ സംബന്ധിച്ചില്ല. എങ്കിൽ പോലും രാജ്യ തലസ്ഥാനത്തെ ഒരു സംസ്ഥാനം എന്ന നിലയിലാണ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏറെ രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്നത്. എങ്ങനെയും ദില്ലി പിടിക്കുക എന്ന നിലയിൽ BJP നിൽക്കുന്നു. വീണ്ടും അധികാരത്തിലേറുക എന്ന നിലയിൽ ശക്തമായ BJPക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ദില്ലി രാഷ്ട്രീയത്തിലും ആം ആദ്മി പാർട്ടി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇരു കൂട്ടരും തമ്മിലുള്ള അതിശക്തമായ മത്സരമാണ് പൊതുവെ എല്ലാവരും പ്രതീക്ഷിച്ചത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ BJPക്ക് മുൻതൂക്കം നൽകുമ്പോൾ പോലും ആ നിലയിൽ അതുതന്നെയാണ് തുടക്കത്തിലുള്ള ഈ വിവരങ്ങൾ നൽകുന്ന സൂചനയും ആ വിധത്തിൽ തന്നെയാണ്. ആം ആദ്മി പാർട്ടി 3 ലീഡ് ചെയ്യുന്നു, BJP 4 ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണുന്നത്. ആ പോസ്റ്റൽ വോട്ടുകൾ എണ്ണുമ്പോൾ ദില്ലി ആര് ഭരിക്കും എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവിടെ ആം ആദ്മി പാർട്ടി 3 BJP 4 ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് വന്നുകൊണ്ടിരിക്കുന്ന വളരെ ഈ സമയത്തെ വിവരം എന്ന നിലയ്ക്ക് അതിനെ പറയാൻ കഴിയുള്ളൂ.